ഉല്ലാസ് ബാബു, അൻവർ ഇപ്പോൾ തീപ്പന്തം പോലെ കത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അൻവറിന് അങ്ങനെ തീപ്പന്തം പോലെ കത്തിപ്പടരുവാൻ കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി മുഴുവനായിട്ടും അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുദ്രാവാക്യങ്ങളുമായിട്ട് പാർട്ടി അണികൾ റോഡിലിറങ്ങിക്കഴിഞ്ഞു. എം വി ഗോവിന്ദന്റെ ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെ തന്നെ. ശ്രീ മഞ്ജുഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പി വി അൻവർ എന്ന് പറയപ്പെടുന്ന MLA, അദ്ദേഹം ഈ വിഷയങ്ങൾ സ്വന്തം മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് നേരെയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയും എത്ര കാലമായി ഈ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ട്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടാനില്ല എന്നാണ് മുഖ്യമന്ത്രി എപ്പോഴും നമ്മളോട് ചർച്ച ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പറയാറ്. അങ്ങനെ മടിയിൽ കനമില്ലാത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ ഒരു മാനനഷ്ട കേസ് 2 വരി കടലാസിൽ എഴുതിയിട്ട് കൊടുക്കാനുള്ള ആർജവം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്നില്ല? ADGP അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ ആണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു FIR ഇട്ടിട്ട് ഇതേപോലെയുള്ള അനാവശ്യം എന്നെ കുറിച്ച് പറയുന്നു, ഇത് 100% കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് ഒരു കേസെടുത്ത് ഇതേപോലൊരു നടപടിയുമായി അജിത് കുമാർ മുന്നോട്ട് പോകുന്നില്ല? ശ്രീ ഗോവിന്ദൻ, CPM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന സമൂഹത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞൊരു കേസെടുക്കാൻ ഗോവിന്ദൻ ഒരു പരാതി കൊടുക്കുന്നില്ല. അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, റിയാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെ കുറിച്ചായിക്കോട്ടെ, ഈ പറഞ്ഞ വിഷയത്തിൽ അൻവർ ഉന്നയിച്ച വിഷയം, ഈ വിഷയങ്ങള് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്ന് അന്നൊരു പ്രതിപക്ഷ ആരോപണമായി എല്ലാവരും കണ്ടു. ഇന്ന് അവരുടെ പക്ഷത്തു നിന്ന് തന്നെ ഒരു വ്യക്തി വന്ന് ആഞ്ഞടിച്ചു എന്നാണ് നിങ്ങളൊക്കെ വാർത്തയിൽ പറയുന്നത്. എന്നാൽ ആഞ്ഞടിക്കുമ്പോൾ ആ ആഞ്ഞടിച്ചത് സർക്കാരിന് എതിരായി വരുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരായി വരുമ്പോൾ, റിയാസ് എന്ന് പറയുന്ന മന്ത്രിക്കെതിരായി വരുമ്പോൾ, പാർട്ടിക്കെതിരായിട്ട് വരുമ്പോൾ, ഇവരാരും ഇപ്പോഴും ഇതുവരെയും കാലം ഇത്രയായിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാനോ ഇയാൾക്കെതിരെ ഒരു കേസെടുക്കാനോ ഇയാൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനോ ഇവരെന്താ തയ്യാറാവാത്തത്? പക്ഷെ അത് അൻവർ പരസ്യമായിട്ട് ഇത്രയും വലിയ വിമർശനം ഉന്നയിച്ചത് ഇന്നലെ മാത്രമാണ്. ഇതുവരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശന സ്വരം അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു അനുകൂല നിലപാട് കിട്ടും, പാർട്ടിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞിരുന്ന അൻവർ ഇന്നലെയാണ് ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. അത് എന്തുകൊണ്ട് ഇന്ന് നടപടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണമുണ്ട്. വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി അൻവർ പ്രവർത്തിച്ചു. ഇതാണല്ലോ അൻവറിനെ മാറ്റി നിർത്തുവാനുള്ള കാരണം. അതായത് ഇപ്പോൾ ഉല്ലാസ് തന്നെ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണെന്ന്. അതായത് അതേ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി അൻവർ വന്നു, അപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. ഇതാണ് എം വി ഗോവിന്ദന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു രത്ന ചുരുക്കം. അല്ല, എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദന് അത് വിട്ടിട്ടൊന്നും പറയാൻ സാധിക്കില്ല. അത് അയാളുടെ പരിമിതിയാണെന്ന് പറയാം. മഞ്ജുഷിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അടക്കമുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ തവണ അൻവർ ഉന്നയിച്ച വിഷയം എന്താണ്? ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ADGP ആയിട്ടുള്ള ശ്രീ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ, ചെറിയ കാര്യമാണോ ഫോൺ ചോർത്തൽ? പക്ഷെ മറ്റു കാര്യം എന്താ ചെറിയ കാര്യമാണോ? കൊലപാതകത്തിന് കൂട്ടുനിന്നിരിക്കുന്നു, കൊലപാതകം നടത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പുകളും പോലീസ് സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ച്, അപ്പോ ഒരു സ്വർണ്ണക്കടത്തിന്റെ കൂട്ട്, അതുപോലെ കൊലപാതകത്തിന് കൂട്ട്, അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ വിഷയങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി മുഖ്യമന്ത്രിക്കെതിരെ തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇതുപോലെയുള്ള കൊള്ളരുതായ്മകളെ ഒരു MLA എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA അത് വിളിച്ചു പറയുമ്പോൾ അത് തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവുപൂർവ്വം കഴിവുകളുമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു MLA പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അതിന് ഉത്തരം പറയേണ്ട സർക്കാർ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. ഗോവിന്ദനൊന്നും പറയാൻ പറ്റില്ലെന്നേ, കാരണം അയാൾക്ക് പറയാൻ പേടിയാണ് എന്ന് അൻവർ പറഞ്ഞ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം 8 വർഷക്കാലമായിട്ട് ഈ കേരളത്തിനകത്ത് ഭരണ സംവിധാനം തിരിച്ചു തുടങ്ങിയ നാൾ ഇന്നുവരെ അവർ നടത്തിയിട്ടുള്ളത് ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഇതുപോലെയുള്ള അഴിമതിയിൽ മുങ്ങിത്തപ്പിയിട്ടുള്ള ഓഫീസർമാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കോക്കസാണ്. ആ നെക്സസിനെ കുറിച്ച് എത്ര കാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പറയുന്നു. അന്നൊക്കെ അതൊരു പ്രതിപക്ഷത്തിന്റെ ആരോപണമായിട്ടും വരട്ടാൻ നോക്കണ്ട എന്നും എന്റെ മടിയിൽ കനമില്ലെന്നൊക്കെ പറഞ്ഞ് അഭ്യാസം കളിച്ച് മുങ്ങിയ മുഖ്യമന്ത്രി
ഇന്ന് ഓടി ഒളിക്കല്ലേ, മാധ്യമക്കാർ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഓടി ഒളിക്കുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? 100 പോലീസുകാരെ കൂടി ഇനി അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കിടും. വേറെ കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നല്ലാതെ ADGP അജിത് കുമാറിനെ മാറ്റാനുള്ള ഒരു തരത്തിലുള്ള ധൈര്യവും പിണറായി വിജയൻ